ഇന്നലെ ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാനായി കയറി. ഹോട്ടലിലെ ചേട്ടൻ ഇലയിട്ട് ചോറ് വിളമ്പാനായി തുടങ്ങുമ്പോൾ ഒരു മനുഷ്യൻ അവിടേക്ക് വന്ന് ചോദിച്ചു, എത്ര രൂപയാണ് ഊണിന്? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മീനടക്കം 50 രൂപ, മീനില്ലാതെ 30 രൂപ. അത് കേട്ടതും ആ മനുഷ്യൻ തൻ്റെ മുഷിഞ്ഞ പോക്കറ്റിൽ നിന്നും 10 രൂപ എടുത്ത് ആ ചേട്ടനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ, ഇതിനുള്ള ഭക്ഷണം തന്നാൽ മതി. വെറും ചോറായാലും കുഴപ്പമില്ല, വിശപ്പ് മാറിയാൽ മതി. ഇന്നലെ ഉച്ച മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അത് പറയുമ്പോഴേക്കും ആ മനുഷ്യൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു. അത് കേട്ടതും ഹോട്ടലിലെ ചേട്ടൻ ഉടൻ തന്നെ ആ മനുഷ്യന് ഭക്ഷണം വിളമ്പി. ഞാൻ ആ മനുഷ്യൻ കഴിക്കുന്നത് നോക്കിയിരുന്നു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് കൊച്ചുകുട്ടിയെപ്പോലെ ആ മനുഷ്യൻ പതിയെ കഴിക്കുന്നത് കണ്ടപ്പോൾ അടുത്തിരുന്ന ആൾ ചോദിച്ചു, എന്തിനാ കരയുന്നത്? ആ മനുഷ്യൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എൻ്റെ കഴിഞ്ഞുപോയ ജീവിതമോർത്ത് കരഞ്ഞുപോയതാ. 3 മക്കളാണ് എനിക്കുള്ളത്, 2 ആണും 1 പെണ്ണും. 3 മക്കൾക്കും നല്ല ജോലിയുണ്ട്. എനിക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളെല്ലാം ഞാൻ അവർക്ക് നൽകി. അതിനുവേണ്ടി ഞാൻ നഷ്ടപ്പെടുത്തിയത് എൻ്റെ യൗവനമായിരുന്നു. 28 വർഷത്തെ പ്രവാസ ജീവിതം. എല്ലാ കാര്യങ്ങൾക്കും താങ്ങും തണലുമായിരുന്ന എൻ്റെ ഭാര്യ, അവൾ എന്നെ തനിച്ചാക്കി നേരത്തെ തന്നെ മരണപ്പെട്ടുപോയി. വീട് ഭാഗം വെക്കുന്നത് വരെ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും എന്നോട് ഒരുപാട് സ്നേഹമായിരുന്നു. ഭാഗം വെക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്കൊരു ഭാരമാകാൻ തുടങ്ങി. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഞാനൊരു വയസ്സനല്ലേ? ആ ഒരു പരിഗണന തന്നൂടെ? തന്നിട്ടില്ല. അവർ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ കഴിക്കാനിരിക്കൂ. എന്നാലും ഞാൻ കേൾക്കെ കുറ്റം പറയും. കണ്ണുനീർ വീണിട്ട് ഭക്ഷണം വരെ ഉപ്പുരസമായിട്ടുണ്ട്. പേരക്കുട്ടികൾ പോലും എന്നോട് സംസാരിക്കാൻ വരില്ല. കാരണം എന്നോട് സംസാരിക്കുന്നത് കണ്ടാൽ മക്കൾ അവരോട് ദേഷ്യപ്പെടും. എപ്പോഴും എന്നോട് മക്കൾ പറയും, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കൂടെ? മരുഭൂമിയിൽ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശിൽ ഉണ്ണാതെയും ഉറങ്ങാതെയും ഞാനും അവളും മിച്ചം വെച്ച കാശുകൊണ്ടുണ്ടാക്കിയ വീടാണ്. അവളുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്നത് ആ വീട്ടിലാണ്. വിട്ടുപോകാൻ മനസ്സ് സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇറങ്ങിപ്പോന്നു. കാരണം മരുമകളുടെ മാല ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് മകൻ എന്നോട് ദേഷിച്ചു. തല്ലിയില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇനിയും അവിടെ നിന്നാൽ അതുമുണ്ടാകും. അച്ഛനെ തല്ലിയ മകനെന്ന പേരുദോഷം അവനുണ്ടാകരുതല്ലോ. മരിക്കാൻ ഭയമില്ല. അല്ലെങ്കിലും ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ആ മനുഷ്യൻ ഭക്ഷണം മുഴുവനും കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റു. തൻ്റെ കയ്യിലെ 10 രൂപ ചേട്ടന് നേരെ നീട്ടി. ചേട്ടൻ പറഞ്ഞു, വേണ്ട, ആ ക്യാഷ് കയ്യിലിരിക്കട്ടെ. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടുണ്ടാകും. പക്ഷേ ആ മനുഷ്യൻ 10 രൂപ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, നന്ദിയുണ്ട് നിങ്ങളുടെ നല്ല മനസ്സിന്. വെറുതെ കഴിച്ച് ശീലമില്ല. ഒന്നും കരുതരുത്. വരട്ടെ, ഇനിയും കാണാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അയാളുടെ ഭാണ്ഡമെടുത്ത് എങ്ങോട്ടെന്നില്ലാതെ യാത്രയായി. അയാൾ എൻ്റെ മനസ്സിന് തന്ന മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല. എന്താണല്ലേ ആ മനുഷ്യൻ്റെ അവസ്ഥ? എല്ലാ പച്ചിലയും ഒരിക്കൽ പഴുക്കുമെന്ന് എന്താണ് ആരും ചിന്തിക്കാത്തത്? പ്രിയരെ, നമ്മളെ നമ്മളാക്കി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കറിവേപ്പിലയ്ക്ക് സമാനമാക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഓർക്കുക, വലിയ നാശമാണ് വരാനിരിക്കുന്നത്. മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവുമുള്ള മക്കളാക്കി അവരുടെ തണലിൽ ഞങ്ങളെ നീ വളർത്തണേ നാഥ. ആമീൻ.